ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPC എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ICD ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. So question number 1, what is the ICD 10 cm code for essential, that is primary hypertension? Option A I10, option B I11.0, option C I12.9, option D I13.0. സോ കോഡ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ I10 എന്ന് പറയുന്നത് എസെൻഷ്യൽ, ദാറ്റ് ഇസ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ്റെ കോഡാണ്. ഓപ്ഷൻ ബി I11.0 വരുന്നത് ഹൈപ്പർടെൻസീവ് ഹാർട്ട് ഡിസീസ് വിത്ത് ഹാർട്ട് ഫെയിലിയർ ആണ്. ഓപ്ഷൻ സി I12.9, ദാറ്റ് ഇസ് ഹൈപ്പർടെൻസീവ് ക്രോണിക് കിഡ്നി ഡിസീസ് വിത്ത് സ്റ്റേജ് 1 through stage 4 chronic kidney disease or unspecified chronic kidney disease. Option D I13.0, hypertensive heart and chronic kidney disease with heart failure and stage 1 through stage 4 chronic kidney disease or unspecified chronic kidney disease. So ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. So the answer is option A I10, that is essential hypertension അല്ലെങ്കിൽ primary hypertension. So in ICD 10 cm code I10 is used for essential hypertension. So next question number 2, which ICD 10 cm code is used for type 2 diabetes mellitus without complications? Option A E11.9, option B E10.9, option C E11.65 and option D E10.65. സോ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് വിത്തൗട്ട് കോംപ്ലിക്കേഷൻ ഉള്ള കോഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കോഡ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ E11.9 is type 2 diabetes mellitus without complications. Option B E10.9, type 1 diabetes mellitus without complications. Option C E11.65, type 2 diabetes mellitus with hyperglycemia. Option D E10.65, that is type 1 diabetes mellitus with hyperglycemia. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് വിത്തൗട്ട് കോംപ്ലിക്കേഷൻ ആണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ E11.9, ദാറ്റ് ഇസ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് വിത്തൗട്ട് കോംപ്ലിക്കേഷൻ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിൽ കൺഫ്യൂഷൻ വരാതെ പ്രോപ്പറായിട്ട് കോഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. Question number 3, what is the ICD 10 cm code for acute bronchitis due to mycoplasma pneumoniae? So acute bronchitis due to mycoplasma pneumoniaയുടെ കോഡാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ J20.0, ഓപ്ഷൻ ബി J20.8, ഓപ്ഷൻ സി J21.0 ആൻഡ് ഓപ്ഷൻ ഡി J22. So options നോക്കുമ്പോൾ ഓപ്ഷൻ എ J20.0 is acute bronchitis due to mycoplasma pneumoniae. Option B J20.8, that is acute bronchitis due to other specified organisms. Option C J21.0, acute bronchiolitis due to respiratory syncytial virus. Option D J22, unspecified acute lower respiratory infection. So the answer is option A J20.0, which is the code for acute bronchitis due to mycoplasma pneumoniae. Next question number 4, which ICD 10 cm code is used for unspecified acute conjunctivitis? Option A H10.9, option B H10.30, option C H10.31 and option D H10.32. ഇവിടെ ചോദിച്ചിട്ടുള്ളത് അൺസ്പെസിഫൈഡ് അക്യൂട്ട് കൺജങ്ക്ടൈവൈറ്റിസിൻ്റെ കോഡാണ്. സോ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ H10.9 is unspecified conjunctivitis. Option B H10.30 is unspecified acute conjunctivitis, unspecified eye. ഓപ്ഷൻ സി H10.31 എന്ന് പറയുന്നത് അൺസ്പെസിഫൈഡ് അക്യൂട്ട് കൺജങ്ക്ടൈവൈറ്റിസ് റൈറ്റ് ഐ ആണ്. ഓപ്ഷൻ ഡി H10.32 എന്ന് പറയുന്നത് അൺസ്പെസിഫൈഡ് അക്യൂട്ട് കൺജങ്ക്ടൈവൈറ്റിസ് ലെഫ്റ്റ് ഐ ആണ്.
ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അൺസ്പെസിഫൈഡ് അക്യൂട്ട് കൺജങ്ക്റ്റൈവൈറ്റിസ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അൺസ്പെസിഫൈഡ് അക്യൂട്ട് കൺജങ്ക്റ്റൈവൈറ്റിസ്, അൺസ്പെസിഫൈഡ് ഐയുടെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ റൈറ്റ് ഐ, ലെഫ്റ്റ് ഐ, അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അൺസ്പെസിഫൈഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ഐ ആണ് എന്നൊന്നും ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബ്രോഡസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് H10.9 ആണ്, അൺസ്പെസിഫൈഡ് കൺജങ്ക്റ്റൈവൈറ്റിസ്. H10.30യുടെ കേസിൽ നമുക്ക് അൺസ്പെസിഫൈഡ് അക്യൂട്ട് കൺജങ്ക്റ്റൈവൈറ്റിസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ അൺസ്പെസിഫൈഡ് ഐ എന്ന് എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു കാര്യമൊന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ടും H10.9 എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടും നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ H10.9 ആണ്. Next question number 5. What is the ICD-10-CM code for chronic obstructive pulmonary disease COPD with acute exacerbation? Option A J44.0, option B J44.1, option C J44.9 and option D J44.8. ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത് COPD with acute exacerbationൻ്റെ കോഡാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ J44.0 എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വിത്ത് അക്യൂട്ട് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. ഓപ്ഷൻ ബി J44.1 എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വിത്ത് അക്യൂട്ട് എക്സാസെർബേഷൻ ആണ്. ഓപ്ഷൻ സി J44.9 എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അൺസ്പെസിഫൈഡ് ആണ്. ഓപ്ഷൻ ഡി J44.8 എന്ന് പറയുന്നത് അതർ സ്പെസിഫൈഡ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ്. സോ ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത് COPD വിത്ത് അക്യൂട്ട് എക്സാസെർബേഷൻ ആണ്. അതിൻ്റെ കോഡ് വരുന്നത് J44.1 ആണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വിത്ത് acute exacerbation. So I hope the video is helpful. If you feel the video is helpful, please do like, share and subscribe. Thank you.